നമുക്ക് ചുറ്റും ഈ മൊബൈൽ അഡിക്ഷൻസും അതേപോലെ തന്നെ ഈ റീൽസ് കാണുന്നതൊക്കെ കോമൺ ആണ്. ഈവൻ നിങ്ങളായാലും ഞാനായാലും എല്ലാം ഈ ഒരു ഫോണിൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പം നമ്മൾ അവിടെ ഒരു അൺഹെൽത്തി ആവുന്ന ഒരു ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളാണ്. ഈ കണ്ണുകളുടെ ആരോഗ്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. അതിന് സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മൾ അതിൻ്റേതായ ഭക്ഷണ രീതികളൊന്നും തന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും മെയിൻലി ഈ കണ്ണുകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. പക്ഷേ ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ ഒരു ടീനേജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പം ചെറു ക്ലാസ്സിൽ തൊട്ടേ അവർ സ്പെക്സ് യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലോട്ട് വരെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് കണ്ണുകൾക്ക് ഡാമേജസ് ഉണ്ടാവും. കണ്ണുകൾക്ക് ചിലപ്പോൾ അതൊരു ചൊറിച്ചിലായിട്ടോ അല്ലെങ്കിൽ കണ്ണിൽ നിന്നും വെള്ളം ഒലിച്ച് വരുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കണ്ണുകൾക്ക് റെഡ്നെസ് ആയിട്ടോ കാഴ്ചയിലെ ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ പല രീതിയിൽ നമുക്ക് കണ്ണുകൾക്ക് ലക്ഷണങ്ങൾ കാണിക്കാം. ഒരുപാട് ആളുകൾ പറയാറുണ്ട് കണ്ണുകൾക്ക് തുടിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ആ മസിൽ വീക്ക്നെസ് കാരണം കണ്ണിങ്ങനെ തുടിക്കുന്നത്. അതിൻ്റെ റീസൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ, ഒന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ലാക്ക് ഓഫ് സ്ലീപ്പ്, അമിതമായിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുക, രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന ശീലങ്ങൾ, ഉറങ്ങാതിരുന്ന് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന ശീലങ്ങൾ, അതേപോലെ തന്നെ കൂടുതലായിട്ടും നമ്മൾ സ്ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും വർക്ക് എടുക്കുന്ന സമയത്തായാലും കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ അല്ലെങ്കിൽ പ്രഷർ കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിക് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻസും ചൊറിച്ചിലും ഒക്കെ കാണാവുന്നതാണ്. സിവിയർ ആയിട്ടുള്ള അലർജീൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കണ്ണുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും, സിവിയർ ആയിട്ടുള്ള ഇച്ചിങ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ കണ്ണുകൾക്ക് വെള്ളം ഒലിച്ചു വരുന്ന പ്രശ്നങ്ങൾ, കണ്ണ്, മൂക്ക്, തൊണ്ടയൊക്കെ ചൊറിയും. അതിനോടൊപ്പം തന്നെ ഒരു വാട്ടറിങ് ഐസ് കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം കൺജക്റ്റിവൈറ്റിസ് പോലത്തെ ചെങ്കണ്ണ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയും അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയിട്ട് റെഡ്നെസ്സും ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഐ ട്വിച്ചിങ് അല്ലെങ്കിൽ മസിൽ ട്വിച്ചിങ് കാരണവും നമുക്ക് കണ്ണുകൾക്ക് ഡാമേജസ് ഉണ്ടാവും. അതേപോലെ തന്നെ പല മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് ഡയബറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തിമിരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഡയബറ്റിക് റെറ്റിനോപ്പതി പോലത്തെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ വിഷൻ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് വിഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും കണ്ണുകൾക്ക് ഡാമേജ് ഉണ്ടാക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ആയിട്ട് ബെൽസ് പാൽസി പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ വിഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ക്ലോസിങ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. മസിൽ വീക്ക്നെസ് കാരണം ആ ഒരു സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുകയും അങ്ങനെ വിഷൻ ഡിസ്റ്റർബൻസും കാറ്ററാക്ട് പോലത്തെ ബുദ്ധിമുട്ടുകളും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും അങ്ങനെ പല കണ്ടീഷൻസ് കൊണ്ടും പല ഫാക്ടേഴ്സ് കൊണ്ടും അങ്ങനെ നമുക്ക് കാഴ്ചയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കണ്ണുകളുടെ ആരോഗ്യം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആരോഗ്യം കൂട്ടിയെടുക്കാൻ, കണ്ണിൻ്റെ ആരോഗ്യം കൂട്ടിയെടുക്കാൻ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ രീതികളും കൂടി ഒന്ന് നോക്കാം. നിങ്ങളുടെ ഭക്ഷണത്തിൽ സ്വീറ്റ് പൊട്ടറ്റോ ഉൾപ്പെടുത്താവുന്നതാണ്. വൈറ്റമിൻ എ റിച്ച് ആണ്, കെരോട്ടിനോയിഡ്സ് ഉണ്ട്, ബീറ്റാ കെരോട്ടിൻ ഉള്ളത് കൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഹെൽപ്ഫുള്ളാണ്. ഷുഗർ രോഗികൾക്കൊക്കെ ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വയറ്റിൽ പോകാത്ത പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കായാലും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഹെൽപ്ഫുള്ളാണ്. അതിൽ അത്യാവശ്യം ഫൈബേഴ്സ് ഉണ്ട്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സ്വീറ്റ് പൊട്ടറ്റോ നന്നായി വേവിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞളും അതേപോലെ തന്നെ പെപ്പറും കുറച്ച് എള്ളെണ്ണയും മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു മോഷൻ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്. രണ്ടാമത്തേത് ഒലിവ് ഓയിൽ, അതേപോലെ തന്നെ ബദാം ഓയിലൊക്കെ. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് തന്നെ ആ കണ്ണുകളുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ വിഷൻ പ്രശ്നങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻസിനെ പരിചയപ്പെടാം. അതിലൊന്നാമത്തേത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ എന്ന് പറയുമ്പം ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പല രീതിയിലുള്ള
കാട്രാക്ട് പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് കഴിക്കാം, ഗോവ കഴിക്കാം, പേരയ്ക്കൊക്കെ അത്യാവശ്യം കഴിക്കാവുന്നതാണ്. സെക്കൻഡ് തിങ് വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ. അത് നമ്മുടെ കണ്ണുകളിലേക്കുള്ള കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ഐ സെൽസിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അത് നമ്മൾ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തുക. അത് നട്ട്സ് കഴിക്കാം, ദെൻ അത്യാവശ്യം സീഡ്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഈ കാട്രാക്ട് പ്രശ്നങ്ങൾ, തിമിരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ദെൻ നിങ്ങൾക്ക് വൈറ്റമിൻ B12 ഉൾപ്പെടുത്താം. വൈറ്റമിൻ B12 എന്ന് പറയുമ്പോൾ നാഡികളുടെ വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പം ഈ ബെൽസ് പാൽസി, റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ട് വരും. പിന്നെ സിങ്കും സെലീനിയം അതേപോലെ തന്നെ ഒമേഗ 3 ഒക്കെ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക. മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും കഴിക്കുക. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്കുലർ ഡീജനറേഷൻസ് പോലത്തെ കണ്ടീഷൻസ് കുറയ്ക്കണമെങ്കിൽ സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച്, കിവി, ഗ്രേപ്സ്, പേരക്ക, ആപ്പിള്, അതേപോലെ തന്നെ പൈനാപ്പിളൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്യാവശ്യം ഫൈബേഴ്സ് ഉണ്ട്, ദെൻ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്, ഹെൽത്തി ഫാറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ണുകളുടേക്കുള്ള ആ ഒരു ബ്ലോക്കേജ്, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ് കുറയ്ക്കും, നാഡികളുടെ വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്, വിഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാം, കാട്രാക്റ്റ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഇനി നിങ്ങൾ വെജിറ്റബിൾസിലാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം, ലീഫി വെജിറ്റബിൾസ് കഴിക്കാം, ക്യാരറ്റ് കഴിക്കാവുന്നതാണ്, ദെൻ ബ്രൊക്കോളി, ബീട്രൂട്ട്, ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ണിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ബ്രേക്ക് കൊടുക്കുക. ഒരു 20-20-20 റൂൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വസ്തുവിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 20 മിനിറ്റ്സ് എടുത്തിട്ട് അതിലൊരു 20 ഫീറ്റ് ഡിസ്റ്റൻസിൽ ഒരു 20 സെക്കൻഡ്സിൽ നമ്മളൊരു വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആ ഒരു ചേഞ്ചസ്, അതായത് കണ്ണിനൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ണിന് ഇടയ്ക്കിടയ്ക്കൊന്ന് വാഷ് ചെയ്യാം. ഒന്ന് ലൈറ്റായിട്ട് ഒരു മൈൽഡ് വാട്ടർ വെച്ചിട്ട് കണ്ണിനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു വെറ്റിംഗ് പ്രോപ്പർട്ടീസ് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ വേരിയേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അതേപോലെ ഐ ടെസ്റ്റ് ഒക്കെ ഇടയ്ക്ക് നടത്തുന്നതും നല്ലതാണ്. പവർ വേരിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ആണോ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. നല്ലപോലെ ഉറങ്ങുക, വെള്ളം നല്ലപോലെ കുടിക്കുക. അതേപോലെ ഈ ഗാഡ്ഗറ്റ്സ്, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും ഇത്തരം സോഷ്യൽ ഗാഡ്ഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കിടക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ അത്യാവശ്യം ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും വൈറ്റമിൻസും നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. കുട്ടികൾക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഫോൺസ് കൊടുക്കുന്ന പാരൻസ് ആണെങ്കിൽ ഇനി തൊട്ട് ശ്രദ്ധിക്കുക. കാഴ്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചിലപ്പോൾ കുഞ്ഞിലേ സ്പെക്സ് വെച്ച് കൊടുത്തു തുടങ്ങേണ്ട കണ്ടീഷൻസ് വരെ അതിലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആരോഗ്യമാവട്ടെ മുതിർന്ന ആളുകളുടെ ആവട്ടെ എന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യം കൂട്ടിയെടുക്കുക. എക്സാമ്പിൾ ഡയബറ്റിസ് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡയബറ്റിസ് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങൾ ഡയറ്റും മെഡിക്കേഷൻസും ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്